അങ്ങനെ ഒരുപാട് യാത്രാ അനുഭവം ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ രാഷ്ട്രത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഞാനും എൻ്റെ സുഹൃത്തായ ചോയ്സ് സ്കൂളിൻ്റെ ഓണറാണ് JT. ഞങ്ങൾ ഒരിക്കൽ ജപ്പാനിലെ ട്രെയിനിൽ ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു സ്റ്റേഷനിൽ കയറിയിട്ട് ഞങ്ങളുടെ ലഗേജ് അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ എടുത്തു വെച്ച് ലഗേജിൽ നിന്ന് തിരിച്ചിങ്ങനെ കൈ എടുത്തപ്പോൾ കൈക്കകത്ത് മുഴുവൻ ഡസ്റ്റ്, പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇരുന്നപ്പോൾ ഒരു അറ്റൻഡൻറ്റ്, ഒരു ലേഡിയാണ്, അവരിങ്ങനെ നടന്നു പോയപ്പോൾ JT ചോദിച്ചു, സീ ദിസ്, വാട്ട് ഈസ് ദിസ്, ഇതെന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒന്ന് പെർപ്ലക്സ്ഡായി സോറി എന്ന് പറഞ്ഞു പോയി. ദെൻ ഹീ സെഡ്, ലാൽ നോക്കിക്കോളൂ, ആരെങ്കിലും വന്ന് ഇതിന് ഭയങ്കരമായിട്ട് സോറി പറയും. ഞാൻ പറഞ്ഞു നോ ബഡി വിൽ കം. കാര്യം എന്താ, അതിൻ്റെ മുകളിൽ ശകലം പൊടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വയ്ക്കാതെ. പക്ഷേ യു ഡോണ്ട് ബിലീവ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സീനിയറായിട്ടുള്ളൊരു സൂപ്പർവൈസർ വന്ന് അവിടെ ഇരുന്നു മുട്ടിൽ. അയാൾ 5 മിനിറ്റ് സോറി പറഞ്ഞു. ഞാൻ വെരി സോറി, ഞങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ കാര്യം അയാൾക്കത് ഭയങ്കര ഷെയിമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി പെർഫെക്റ്റായിട്ട് ചെയ്തില്ല എന്നൊരാൾ പറയുമ്പോൾ അയാളോട് ദേഷ്യമല്ല വേണ്ടത്, അല്ലേ? ഞാൻ കാരണം അത് നടന്നില്ല, അതിൻ്റെ ഒരു എന്താണ്, ഒരു സങ്കടം, ഒരു മാനക്കേടെന്നൊക്കെ മലയാളത്തിൽ പറയാം. സോ അതൊരു വലിയ റെവലേഷനായിരുന്നു. കാര്യം നമ്മൾക്ക് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലർക്കും ദേഷ്യമാണ് അയാളോടുണ്ടാകാൻ സാധ്യത. പക്ഷേ ഇത് അവർക്കൊരു ഷെയിമാണ് ഉണ്ടായത്. അതൊരു പെട്ടെന്ന് നിങ്ങളോട് പറയാൻ തോന്നിയ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. സോ വാട്ട് എവർ യു ഡു ഇറ്റ് വിത്ത് ജോഷ്. ആൻഡ് നമ്മൾ ആരെങ്കിലും അത് തെറ്റാണെന്ന് പോയി ചൂണ്ടിക്കാണിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിന് സോറി പറയാനുള്ളൊരു മനസ്സും നിങ്ങൾക്കുണ്ടാവണം. ഓക്കെ, താങ്ക് യു ലാലേട്ട.